അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റ് ഞങ്ങൾ റെഡിയായി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോവുകയാണ് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് വിഷുവാണ്, ഞങ്ങൾ രജിസ്റ്ററിലെല്ലാം പേരൊക്കെ എഴുതി. വിഷു വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷുവിന് കെട്ടിപ്പിടിച്ച് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാനും മിന്നും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കപ്പോൾ ഗേറ്റ് പാസ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഞാനും മിന്നും കൂടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെയാണ് മെയിൻ ഗേറ്റ്. അവിടെ പാസ് കൊടുത്താലേ അവർ ഞങ്ങളെ പുറത്ത് വിടുകയുള്ളൂ. പാസ് കൊടുത്ത് അവിടെ എഴുതിയും വെക്കണം. അങ്ങനെ പാസ്സൊക്കെ കൊടുത്തു. ഞാനവിടെ എഴുതിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ഓട്ടോയിൽ കയറി. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു നമ്മുടെ കോളേജ്. ഇതാണ് നമ്മൾ. കേരളത്തിലുണ്ടോ എനിക്ക് അറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ല കേരളത്തിൽ. അപ്പോൾ ഇവിടെ മാത്രമുള്ള ഒരു സെറ്റപ്പാണ്. വണ്ടിയുടെ ബാക്കിൽ നമ്മുടെ പരിപാടിയാണ്. പക്ഷെ നമ്മൾ പിടിച്ചിരുന്നാൽ വീഴൊന്നുമില്ല. അങ്ങനത്തെ സീറ്റിൽ പക്ഷെ വൈബാണ് കേട്ടോ. അല്ലേ? അതെ, വൈബാണ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ തന്നെ ഫ്രണ്ടിൽ കിടന്നൊരു ബസ് കയറി. ഗൈസ് അറ്റ് ലാസ്റ്റ് ഞാനിങ്ങനെ അവസാനം. അതെ, ഇപ്പോൾ നമ്മൾ ആലഗഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയാണ്. അലഗഡ എത്തി. ഇവിടുന്ന് 1.5 hour ഉണ്ട്. അപ്പോൾ 15 minutes ആയിരിക്കും. അതെ. നമ്മളിപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ തേടി പോവുകയാണ്. ഇനി നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ വരുന്നതായിരിക്കും. സോ പെട്ടെന്ന് പോകുന്നു. അങ്ങനെ ഓട്ടോയിൽ കയറി പാതി വഴിക്ക് നമ്മൾ ഓട്ടോ നിർത്തിച്ചിട്ട് ഇനി പോയി 4 പപ്സ് വാങ്ങിക്കൊണ്ട് വന്നു. ഇതാണ് നമ്മുടെ ഓട്ടോ. സമയമില്ലാത്തത് കൊണ്ട് ടിക്കറ്റ് എടുത്തു. സമൂസ വിശന്ന് കുടലെരിഞ്ഞ് നമ്മൾ സമൂസ മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഒട്ടും തിരക്കില്ലെന്ന് തോന്നുന്നു, വലിയ തിരക്കില്ല ഗൈസ്. ട്രെയിൻ അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട്, കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ കുറേ കൊച്ചുങ്ങൾ വരും. നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കണം. കൊച്ചുങ്ങളെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അവരെ വളർത്തുകയും കൂടെ ചെയ്യണ്ടേ. കണ്ട യാചിക്കുന്നു. ഗൈസ് ടിക്കറ്റ് എടുത്തിട്ട് കയറിയ ഞങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ഗൈസ് ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു. കാരണം വെച്ചാൽ അമ്മാതിരി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ളതിൽ എത്ര പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എത്ര മണിക്കൂർ നിൽക്കണം എന്നറിയാമോ? പറ അങ്ങോട്ട്. അതെന്നാ മണിക്കൂറുകൾ നിൽക്കണം. ഇവര് ബാഗൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ആ ബാഗൊന്നും ആൾക്കാരെ കണ്ടെടുത്ത് മാറ്റത് പോലും ഇല്ല. ഇതാണ് ഞങ്ങളുടെ ട്രെയിനിൻ്റെ അവസ്ഥ. കണ്ടോ, ബാഗൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? എന്നിട്ട് ഇവർക്കാർക്കും ഇത്രയും പേര് നിൽക്കുന്നത് കണ്ടിട്ട് ഇവരാരും ബാഗ് എടുത്ത് മാറ്റി ആവട്ടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ സമയം എത്രയായി? 12:57 തൊട്ട് 4 മണി വരെ ഇത് വിളക്ക് നിൽക്കണം. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമാണ്. എന്നാലും എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പുറകിൽ നിന്നൊക്കെ വെച്ച് ഓരോരുത്തർ തള്ളുന്നുണ്ട്. ഇവർക്ക് മര്യാദയില്ല, ഒട്ടും മര്യാദ ഇല്ലാത്ത ടീംസാണ്. അറ്റ് ലാസ്റ്റ് ഞാനിരുന്നു. കഷ്ടം, നിൽക്കുന്നതേ ഉള്ളൂ. മിന്നുൻ്റെയിലായിരുന്നു ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തിരുന്നത്. മിന്നു അവിടെ ഇരുന്ന് വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിന്നിന് നല്ലൊരു പണി കിട്ടി.
పోలీసుని కాల్ చేశా పోలీసు అంగని చెప్పా మరి అక్కడ పెట్టుకోను నేను ఎక్కడ పెట్టరా അപ്പോൾ ഗായ്സ് നമ്മളിവിടെ കിടക്കുകയാണ്. ഗൗരി അപ്പുറത്ത് കിടന്നു. ആരും വരാതിരിക്കാൻ വേണ്ടി കണ്ണടച്ച് ഉറക്കം ഭാവിക്കുന്ന ഗൗരി. ആരെങ്കിലും വന്ന് എണീറ്റ് കൊടുക്കണ്ടല്ലോ. ചൂട് പോയാടി ഈവനിങ് ആയിട്ടുണ്ട്. ഗൗരി അജയ് കിടന്ന് ഉറങ്ങുന്നു. ചുമ്മേലല്ല പാവം മിന്നു ആ അമ്മച്ചിയുടെ വായിരിക്കുന്ന തരം മുഴുവൻ കേട്ടിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞ് രാത്രിയായിട്ടുള്ള അവസ്ഥയാണിത്. ഞങ്ങൾ ലേഡീസ് ഇരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി. ഏകദേശം വർക്കല എത്താറായിരുന്നു. അപ്പോഴാണ് ഞാൻ ബാഗിനുള്ളിൽ നോക്കിയത്. വരാൻ നേരത്തെ അച്ഛന് വേണ്ടി 2 പ്ലേറ്റ് വാങ്ങിയായിരുന്നു. പിന്നെ ഇങ്ങനെ മുടിയൊക്കെ കോരി ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ അവളെ എപ്പോൾ വീഡിയോ എടുത്തെന്ന് പോലും ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കാണ് ഇതൊക്കെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്നൊക്കെ താഴെ ഇറങ്ങാനായിട്ട് ഡോറിൻ്റെ അവിടെ ഞങ്ങൾ ഇറങ്ങി നിൽക്കുമായിരുന്നു. ഇറങ്ങി നിന്ന സമയത്തും ഒരമ്മച്ചി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. പ്രശ്നമെന്ന് വെച്ചാൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നെയല്ല മിന്നുവിനെയാണ് കൂടുതലും പറഞ്ഞത്. എന്നെ അങ്ങനെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. മിന്നു ഈ ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് മിന്നു എയറിലാണ്. അങ്ങനെ അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതുപോലൊരു നശിച്ച യാത്ര ഇതുവരെയും നമ്മൾ അനുഭവിച്ചിട്ടില്ല അല്ലേ? അതെ 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 നശിച്ചത് യാത്ര. ട്രെയിനിൽ അറങ്ങാൻ നേരത്തും മിന്നു എയറി കയറിയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരമ്മച്ചി മുസ്ലിംസിനെ കുറിച്ച് എന്തൊക്കെയോ അനാവശ്യമായിട്ട് പറയുന്നത്. മുസ്ലിംസ് 56 കെട്ടി നടക്കുന്നവരാണ്. ചുമ്മാതല്ല എന്തോ വെഞ്ഞാറമൂട്ടിൽ കൊലപാതകം നടന്നത് പറഞ്ഞിട്ട് ആ ഒരു റിലീജിയനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അതിനുശേഷം പിന്നീട് അവർ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് ഞങ്ങൾ ഇറങ്ങാനായി നിൽക്കുമായിരുന്നു. ജനലിൻ്റെ അവിടെ ഡോറിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഇവർ വന്നിട്ട് മിന്നുവിന് എന്തൊക്കെയോ പറഞ്ഞു. ബാഗും കൊണ്ട് ആണുങ്ങളുടെ അടുത്ത് കയറി നിൽക്കുന്നു. 56 കിട്ടുന്നതാണ്, പൈസയ്ക്ക് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ എനിക്ക് തോന്നുന്നു അവർക്ക് മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം കാണുമെന്ന്. അങ്ങനെ വീണ്ടും പിന്നെ ഏറി കയറി. അതുകൊണ്ട് ഇനിമേൽ ജനറലിൽ വരത്തില്ല. അതെ സത്യം. സ്ലീപ്പറിൽ വന്നാൽ നമുക്ക് പിന്നെ ഒരു ഇതുണ്ട്. കുറച്ച് ആൾക്കാർ വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോ എന്ന് നമുക്ക് ഓരോരുത്തർ പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആകെ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. പക്ഷേ എന്തായിരുന്നു നമ്മൾ പല്ല് തേച്ചില്ല ഗൈസ്. പല്ല് തേക്കാതെ നടക്കുക. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേണം. ഇവള് മാറത്തില്ല, ഞാൻ മാറത്തില്ല. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവള് ആലങ്കോട് ഇറങ്ങും, ഞാനും ആലങ്കോട് ഇറങ്ങും അല്ലേ? അതെ. ആലങ്കോട് ഇറങ്ങിയിട്ട് മിന്നിൻ്റെ മമ്മി എനിക്ക് കാപ്പി കൊണ്ടുവരും. അനിയനായിരിക്കുമല്ലോ കൊണ്ടുവരണം. അതെ. പിന്നെ അതും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. നിൻ്റെ പ്ലാൻ എന്താ? വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം, കഴിക്കണം, ഉത്സവത്തിന് പോകണം. വിളിക്കണ്ടല്ലേ? നമുക്കൊന്ന്
മൂത്രം ഒഴിക്കണമായിരുന്നു, ഡ്രസ്സ് മാറ്റണമായിരുന്നു. നമ്മൾ റെഡിയായി. ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റി. മിന്നുൻ്റെ അനിയൻ്റെ കൂടെ എനിക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ബസ് പോയി ഗൈസ്. മിന്നുതാ എവിടെയടി ഫുഡ് കാണുന്നില്ല. ഞാൻ മിന്നും കൂടെ ഇവിടെ ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് കുറേ നേരമായപ്പോഴത്തേക്കും എനിക്ക് പോകാനുള്ള ബസ് വന്നു. മിന്നുവിനോട് ബായിക്ക് പറഞ്ഞിട്ട് ഞാനും ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഫാദർ എന്നെയും കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞാനും വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.